ഓണാഘോഷത്തിന്റെ ഭാഗമായി ബംഗളൂരു പാർപ്പിട സമുച്ചയത്തിലെ കുടുംബാംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പൂക്കളം അലങ്കോലപ്പെടുത്തിയ മലയാളി യുവതിയുടെ പേരിൽ പോലീസ് കേസെടുത്തെന്നാണ് പുറത്തുവരുന്ന വിവരം. താനിസന്ദ്ര മൊണാക് സെർണിറ്റി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിനി സിമി നായരുടെ പേരിലാണ് സാമ്പികഹള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച മൊണാക് സെർണിറ്റി അപ്പാർട്ട്മെന്റിൽ ഓണാഘോഷത്തിനിടെയാണ് കേരളത്തെയും മലയാളികളെയും അപമാനിച്ച സംഭവം അരങ്ങേറിയത്. പുലർച്ചെ പാർപ്പിട സമുച്ചയത്തിന്റെ താഴെ നിലയിലെ പൂമുഖ ഭാഗത്തൊരുക്കിയ പൂക്കളമാണ് പത്തനംതിട്ട സ്വദേശിനി ചവിട്ടി നശിപ്പിച്ചത്. തിരുവോണം കഴിഞ്ഞിട്ടും ഓണം ആഘോഷിക്കുന്നതിനോടും പൂക്കളം ഒരുക്കുന്നതിനോടും എതിർപ്പ് ഉന്നയിച്ചാണ് പൂക്കളം നശിപ്പിച്ചതെന്ന് മലയാളി കുടുംബാംഗങ്ങൾ പറയുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നിരിക്കിയ പൂക്കളം ഒരു മലയാളി കൂടിയായ യുവതി ചവിട്ടി നശിപ്പിച്ചതിൽ പ്രവാസി മലയാളികളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. അതിക്രമിച്ച് കയറൽ, ഭീഷണിപ്പെടുത്തൽ, ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫ്ളാറ്റിലെ കോമൺ ഏരിയയിൽ നിർമ്മിച്ച പൂക്കളം സിമി നായർ ചവിട്ടി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് ജോലിക്കും മറ്റുമായി രാജ്യത്തിന് പുറത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ മാറി താമസിക്കുന്ന കുടുംബങ്ങളോ മലയാളികളോ തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ മലയാളി സമാജങ്ങളിലൂടെയും അസോസിയേഷനുകളിലൂടെയും ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മലയാളികളെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലും വെല്ലുവിളിക്കുന്ന തരത്തിലും ഒരു മലയാളി യുവതി പെരുമാറിയത് എന്നത് പ്രതിഷേധാർഹമാണ്. എന്നാൽ താൻ അത്തരത്തിലുള്ള ഒരു യുവതിയല്ലെന്നും ഇസ്കോൺ വിശ്വാസിയാണെന്നും എല്ലാ മതങ്ങളോടും ആദരവും ബഹുമാനവും ഉണ്ടെന്നും സിമി പറയുന്നു. പൂക്കളം നശിപ്പിച്ചതിന് പിന്നിൽ അപ്പാർട്ട്മെന്റിലെ മലയാളികളുമായി ദീർഘനാളായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളാണെന്നും താനും സിസ്റ്ററും മാത്രമാണ് അപ്പാർട്ട്മെന്റിൽ താമസമെന്നും മറ്റു കുടുംബാംഗങ്ങളില്ലെന്നും എന്നാൽ അടുത്ത കാലങ്ങളിലായി അപ്പാർട്ട്മെന്റിൽ താമസമാക്കിയ മലയാളി യുവാക്കൾ തൻ്റെയും സിസ്റ്ററുടെയും ചിത്രങ്ങളും വീഡിയോകളും എടുക്കാറുണ്ടെന്നും ഇത് സംബന്ധിച്ച് അപ്പാർട്ട്മെന്റിലുള്ളവരോടും അസോസിയേഷനിലുള്ളവരോടും പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് നൽകിയെന്നും ഇതിലുള്ള വിരോധം തന്നെയും സിസ്റ്ററെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിയെന്നും സിമി പറയുന്നു. 2018 പ്രളയത്തിൽ ഏതാനും മലയാളികൾക്കൊപ്പം കേരളത്തിന് സഹായഹസ്തം നീട്ടിയവരിൽ സിമി നായരും ഉണ്ടായിരുന്നു. വയനാട് ദുരന്തം സംഭവിച്ച ഈ സമയത്തും ഓണാഘോഷങ്ങൾ മലയാളികൾ വേണ്ടെന്ന് വെച്ചിരുന്നതായും അസോസിയേഷന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇത്തരത്തിൽ പൂക്കളമിട്ടതെന്നും സിമി നായർ പറയുന്നു. എങ്കിലും അനുവദിച്ചതിൽ കൂടുതൽ സമയം ഓണാഘോഷത്തിന് ഇവർ എടുത്തെന്നും താൻ നടക്കാൻ പോകുന്ന വഴിയിൽ പിറ്റേന്നും പൂക്കളം കണ്ടപ്പോൾ താൻ കാര്യം അന്വേഷിച്ചെന്നും എന്നാൽ തന്നെ പുറത്താക്കാനും ജോലി കളയാനും നോക്കിയിരുന്ന അപ്പാർട്ട്മെന്റിലെ താമസക്കാരായ ചില മലയാളികൾ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും തൻ്റെ അനുവാദമില്ലാതെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തതായി സിമി പറയുന്നു. പൂക്കളം ചവിട്ടി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും തനിക്കും സിസ്റ്റർക്കും ഭ്രഷ്ട് കൽപ്പിച്ച് ഏതാനും മലയാളി യുവാക്കൾ തൻ്റെ വീഡിയോ എടുക്കുകയും തനിക്ക് അപമാനം നേരിട്ട സാഹചര്യത്തിൽ താൻ പ്രകോപിതയായെന്ന് സിമി പറയുന്നു. സിമി നായർ പറയുന്നത് സത്യമാണെങ്കിൽ അന്യസംസ്ഥാനത്ത് തനിച്ച് താമസിക്കുന്ന 2 സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് വിവാദങ്ങളിൽപ്പെടുത്തി അപമാനിച്ച് അവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന മലയാളികളുണ്ടെങ്കിൽ അവർ തീർച്ചയായും കുറ്റക്കാരാണ്. തൻ്റെയും സിസ്റ്ററുടെയും കാർ ഏതാനും നാളുകൾക്ക് മുമ്പ് നശിപ്പിച്ചതും ഇതേ ചെറുപ്പക്കാർ തന്നെയാണെന്നും ഇത് താൻ മനസ്സിലാക്കി പരാതി നൽകിയിരുന്നതായും ഈ വിഷയത്തിലും ഏതാനും മലയാളികൾക്കുള്ള വിരോധമാണ് തന്നെ അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിലെന്നും സിമി നായർ പറയുന്നു. ഓണവും പൂക്കളവും മലയാളികൾക്കൊരു വികാരമാണ്. അതിൽ ജാതിയും മതവും മലയാളികൾ കലർത്താറില്ല. സോഷ്യൽ മീഡിയയിൽ പൂക്കളം ചവിട്ടിക്കളയുന്ന മലയാളി യുവതിയുടെ വീഡിയോ പങ്കുവെച്ച് അതിന് താഴെ കമന്റ് ഇടുന്ന ഇതേ പ്രബുദ്ധ മലയാളികൾ തന്നെയാണ് പട്ടിയും പൂച്ചയും പൂക്കളം നശിപ്പിക്കുന്ന റീലുകൾ പങ്കുവയ്ക്കുന്നതും പട്ടിക്ക് ഓണക്കോട് ചുറ്റി സദ്യ കഴിപ്പിച്ചും വീഡിയോകൾ ചെയ്തും പൂക്കളത്തിൻ്റെയും ഓണത്തിൻ്റെയും ദൈവീക പരിശുദ്ധി സംരക്ഷിക്കുന്നതും. സിമി നായർ കണ്ണു നിറഞ്ഞു പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെക്കാളും വലുതല്ല ഒരാചാരവും ആഘോഷവും. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.